നമസ്കാരം. നമ്മൾ പറയുന്നത് ഉദ്ദിഷ്ടകാര്യ സിദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ അനുഷ്ഠാന മാർഗം എന്താണെന്നാണ്. ഈ ഉദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്ന് പറയുന്നത് വളരെ കോമൺ ആയ ഒരു വാക്കാണ്. എല്ലായിടത്തും സർവ്വസാധാരണയായി പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുള്ള വഴിപാടുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ട് പോലുമുണ്ട്. പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നും അല്ല അത്. ഉദ്ദിഷ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക എന്നാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം? അസാധാരണവും അപ്രാപ്യവുമായ ഒരു കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ. അപ്പോൾ ഉദ്ദേശങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. യുക്തിപൂർവമായിട്ട് ആലോചിക്കണം, യുക്തിഭദ്രമായിട്ട് ആലോചിക്കണം. ചില കാര്യങ്ങൾ എത്ര ഉദ്ദേശിച്ചാലും നടക്കാത്ത കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ അതിനൊരു പിൻബലമേകുന്ന യുക്തിയും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടേ നമ്മളൊരു കാര്യം മനസ്സിൽ ഉദ്ദേശിക്കാവൂ എന്നുള്ളത് ആദ്യമേ നിങ്ങളോട് പറയുക. അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നതിനുള്ള അനുഷ്ഠാന മാർഗങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് ക്ഷിപ്രഗണപതി പൂജ, സിദ്ധിവിനായക പൂജ എന്നും പറയാം. വളരെ വേഗം ഫലം നൽകുന്ന ഗണപതി സങ്കല്പങ്ങളിൽ ഒന്നാണ് ക്ഷിപ്രഗണേശ സങ്കല്പം. നമ്മൾ ഇവിടെ സിദ്ധി ബുദ്ധി എന്ന രണ്ട് ദേവതകളോട് കൂടിയ, ഇടതുവശത്ത് സിദ്ധിയും വലതുവശത്ത് ബുദ്ധിയുമായി പ്രത്യക്ഷമാകുന്ന സിദ്ധി ബുദ്ധി സമേതനായിരിക്കുന്ന ഗണപതി ഭാവമുണ്ട്. അതാണ് സിദ്ധിവിനായക സ്വാമി. ആ സിദ്ധിവിനായക സ്വാമിയെ പത്മമിട്ട് ആവാഹിച്ച് സപരിവാര പൂജ നടത്തിക്കൊണ്ട് ആ സിദ്ധിവിനായകൻ്റെ പ്രത്യേകമായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ് സിദ്ധിവിനായക പൂജ. ആ സിദ്ധിവിനായകൻ്റെ പൂജയ്ക്ക് ശേഷം നടത്തുന്ന പുഷ്പാഞ്ജലിയിൽ ക്ഷിപ്രഗണേശ മന്ത്രം കൂടെ ഉൾപ്പെടുത്തുന്നു. വളരെ വേഗം ഫലം നൽകുന്ന ഗണപതിയുടെ ഒരു അനുഷ്ഠാന മന്ത്രമാണ് ക്ഷിപ്രഗണപതി മന്ത്രം. അതും കൂടി ഉപയോഗിച്ച് പ്രത്യേകമായി ചെയ്യുന്ന പുഷ്പാഞ്ജലി നമ്മൾക്ക് വളരെയധികം വളരെ വേഗം ഫലം നൽകുന്നതായിട്ടാണ് സങ്കല്പം. നമസ്കാരം.